ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന വിധിയെഴുത്ത് എങ്ങനെയാണ് എന്നറിയുന്നതിനുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ്. വിവിധ മണ്ഡലങ്ങളിലെ അവസാനവട്ട കണക്കുകൂട്ടലുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ UDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ മണ്ഡലം കോട്ടയായിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാൻ അവിടെ ഇറക്കിയിരിക്കുന്ന CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയരാഘവനെയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ മത്സരിച്ച് 2 ലക്ഷത്തോളം വോട്ട് പിടിച്ച സി കൃഷ്ണകുമാറാണ് ഇന്ത്യക്കായി രംഗത്തുള്ളത്. BJPക്ക് ശക്തമായ സാന്നിധ്യം നഗരമേഖലകളിൽ ഉൾപ്പെടെ ഉണ്ട്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന്. ഇക്ബാൽ, വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തൃശ്ശൂരിന് ശേഷം പ്രചാരണത്തിലെത്തിയ ഒരു മണ്ഡലം പാലക്കാടാണ് എന്നുള്ളത് തന്നെ എത്രത്തോളം ആ മണ്ഡലത്തെ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ തവണ MB രാജേഷിന്റെ വിജയം പ്രവചിച്ചപ്പോൾ വി കെ ശ്രീകണ്ഠൻ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. പക്ഷേ കാര്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇത്തവണ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാമെന്ന പ്രതീക്ഷ LDF വെച്ച് പുലർത്തുമ്പോൾ UDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, LDFന്റെ പ്രതീക്ഷകൾ, ഒപ്പം BJPക്ക് ഒരു അട്ടിമറി ഏതെങ്കിലും ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടോ? വിനിൽ, ശക്തമായ ത്രികോണ മത്സരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വളരെ ആവേശകരമായിരുന്നു പാലക്കാട്ടെ പോരാട്ടം. 3 മുന്നണികളും അവർക്ക് പയറ്റാൻ കഴിയുന്ന എല്ലാ വിദ്യകളും ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചാണ് പാലക്കാട്ടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ആണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ പാലക്കാട്ടേക്ക് വന്ന് വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശക്തി നൽകുന്ന ഒരു കാഴ്ചയെല്ലാം കണ്ടിരുന്നു. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വലിയ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലാണ്. കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് ലഭിച്ചിരുന്നത് 10,000-ൽ പരം ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ അത് 30,000 കടക്കും എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നത്. അവരുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറയുന്ന കാര്യം തങ്ങൾ നാളത്തേക്കുള്ള ലഡ്ഡുവും പടക്കവും എല്ലാം ഇപ്പോൾ തന്നെ കരുതി വെച്ചിരിക്കുന്നു എന്നാണ്. അത്രയും വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് അല്ലെങ്കിൽ UDFന്റെ ക്യാമ്പും സിറ്റിംഗ് MP ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനും എല്ലാം കടന്നിരിക്കുന്നു. നഷ്ടപ്പെടാവുന്ന വോട്ടുകളെല്ലാം മുൻകൂട്ടി തന്നെ കണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ തെരഞ്ഞെടുപ്പിലും മണ്ഡലം തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. ഇനി CPMന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം വീണ്ടും നേടുക എന്നത് അഭിമാനകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ്. അതിനുവേണ്ടി അവർ ഇറക്കിയിട്ടുള്ളത് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവനെയാണ്. അത് ഏറെക്കുറെ അവർക്ക് ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുവെന്നാണ് CPMന്റെ നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് 30,000 വോട്ടാണ് ഭൂരിപക്ഷമായി പറയുന്നതെങ്കിൽ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ നേതാക്കൾ പറയുന്നത് 50,000-നും 80,000-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാകുമെന്നൊരു കാര്യമാണ്. അവർക്ക് ശക്തി കേന്ദ്രമായിട്ടുള്ള ഷൊർണൂരും ഒറ്റപ്പാലത്തും മലമ്പുഴയിലെല്ലാം വോട്ട് വർദ്ധിക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ UDF ശക്തി കേന്ദ്രങ്ങളായ പട്ടാമ്പിയിലും മണ്ണാർക്കാടും പാലക്കാടുമെല്ലാം വോട്ടുകളിൻ്റെ അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതുമാണ് അവർക്ക് ഇത്രയും വലിയൊരു ആത്മവിശ്വാസം നൽകുന്നത്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു ഘടകമാണ്. കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സമാഹരിച്ചത് 2,18,000 വോട്ടാണ്. ഇതിനു മുമ്പ് മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ ലഭിച്ചതിനേക്കാൾ 80,000-ൽ പരം വോട്ടുകൾ അധികമായി നേടാൻ സി കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആവേശം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ 1.5 വർഷം മുമ്പ് തന്നെ സി കൃഷ്ണകുമാർ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു. പാലക്കാട് എല്ലാ മേഖലയിലും എത്തി പക്ഷേ ഒരുപാട് കാലം പ്രചരണം നടത്തിയതും സി കൃഷ്ണകുമാർ തന്നെയാണ്. ഇത്തവണ അവരുടെ പ്രതീക്ഷകളിൽ മണ്ണാർക്കാട് പോലുള്ള മേഖലകളുണ്ട്. അട്ടപ്പാടി, മണ്ണാർക്കാടും ഷൊർണൂരും ഒറ്റപ്പാലും എല്ലാം ഇത്തവണ തങ്ങൾക്ക് വലിയ വോട്ടുകൾ എത്തിക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഷൊർണൂരും ഒറ്റപ്പാലവും BJPയാണ് മുഖ്യ പ്രതിപക്ഷം. ഏതായാലും BJP ക്യാമ്പും വിജയമാണ് കണക്കുകൂട്ടുന്നത്. വോട്ട് വർധനയ്ക്കൊപ്പം തന്നെ തങ്ങളും ഇത്തവണ പാലക്കാട് സ്വന്തമാക്കും എന്നൊരു കണക്കുകൂട്ടലാണ് BJP ഉള്ളത്. ഏതായാലും 3 മുന്നണികളും പാലക്കാട് വലിയ പ്രതീക്ഷകളാണ് ഈ അവസാന വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വെച്ച് പുലർത്തുന്നത്. വിനീത. ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്നും സമഗ്രമായ ചിത്രം നൽകിയത്. വി കെ ശ്രീകണ്ഠൻ ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എന്നാൽ അട്ടിമറി വിജയം നേടാനാകുമെന്നതാണ് വിജയരാഘവനിലൂടെ LDF പ്രതീക്ഷിക്കുന്നത്. സി കൃഷ്ണകുമാറും അവിടെ കഴിഞ്ഞ 1.5 വർഷത്തോളമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രചാരണം നടത്തുന്ന സി കൃഷ്ണകുമാറും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പാലക്കാടും NDAക്ക് വലിയ പ്രതീക്ഷ ഉയർത്താനാകുമെന്ന് തന്നെയാണ് ഇക്ബാൽ പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത്